ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ 13ാം മത്സരത്തിൽ ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക. നിലവിൽ ആദ്യപാദ ISL അവസാനിച്ചപ്പോൾ മികച്ച ഫോമിൽ ടേബിൾ ടോപ്പറായിരുന്ന ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം സൂപ്പർ കപ്പിലെ മോശം പ്രകടനവും മോശം ഫോമിലുമാണ് രണ്ടാം പാദ ISLലേക്ക് വരുന്നത്. ISLൽ കാണിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ മെന്റാലിറ്റിയിൽ നിലവിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതിനുള്ള ഉത്തരമാണ് ഒഡീഷയ്ക്കെതിരെ ഇന്ന് വ്യക്തമാവുക. ഒഡീഷയാണെങ്കിൽ ISLൽ തുടങ്ങി AFC സൂപ്പർ കപ്പ് മത്സരങ്ങളിലായി സൂപ്പർ കപ്പ് ഫൈനലിലെ തോൽവി ഒഴിച്ചാൽ 15 മത്സരങ്ങളിൽ അൺബീറ്റനായാണ് വരുന്നത്. മാരക ഫോമിലാണ് ലൊബേറയും സംഘവും. ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കലിംഗ സ്റ്റേഡിയത്തിൽ ഇതുവരെ ജയിക്കാനായിട്ടില്ല എന്ന കണക്കും വരുമ്പോൾ ഇന്ന് ജയിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ശരിക്കുമൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. ഇനി ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പെപ്രയും റിക്കവറി നടത്തുന്ന വിപിൻ ഫ്രെഡി എന്നീ താരങ്ങളും ഇന്ന് കളിച്ചേക്കില്ല. കൂടാതെ യെല്ലോ കാർഡ് സസ്പെൻഷൻ നേരിടുന്ന രാഹുൽ KPയും ഇന്ന് കളിക്കില്ല. മറുവശത്ത് ഒഡീഷയുടെ സൂപ്പർ കപ്പിൽ റെഡ് കാർഡ് വാങ്ങിയ മുർത്തദ ഫോൾ ഇന്ന് കളിച്ചേക്കില്ല. ഇനി മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് പോകുമ്പോൾ 4-4-2 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി പ്രീതം ഗോട്ടാലും രണ്ട് സെന്റർ ബാക്കുകളായി മിലോസും ലെസ്കോവിച്ചും മിഡ്ഫീൽഡിൽ അസ്ഹർ ദാനിഷും രണ്ട് വിങ്ങുകളിലുമായി സക്കായും ഐമനും മുന്നിൽ രണ്ട് സ്ട്രൈക്കേഴ്സായി ഇഷാൻ പണ്ഡിത ദിമിത്രോസ് കോംബോയും പ്രതീക്ഷിക്കാം. ലൂണ പെപ്രയ്ക്ക് പകരക്കാരായി വന്ന ഫെഡോറും ജസ്റ്റിനും പകരക്കാരന്റെ റോളിലായിരിക്കും ഇന്ന് ഇറങ്ങുക. കൂടാതെ പരിക്ക് മാറി വന്ന ജീക്സനെയും അവസാന മിനിറ്റുകളിൽ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും വിജയവഴിയിലെത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.